ഓക്കെ, അടുത്ത ഹാൻഡ്ലിംഗ് ഇവൻറ്റ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഹാൻഡ്ലിംഗ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ JDK 1.0.2 ആപ്ലിക്കേഷൻ ഹാൻഡിൽഡ് ഇവൻറ്റ് യൂസിങ് ഇൻഹെറിറ്റൻസ് മോഡൽ. ഒരു ഇൻഹെറിറ്റൻസ് മോഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. എ കണ്ടെയ്നർ സബ് ക്ലാസ് ഇൻഹെറിറ്റ് ദ ആക്ഷൻ ആൻഡ് ഹാൻഡിൽ ഇവൻറ്റ് മെത്തേഡ് ഓഫ് ഇറ്റ്സ് പേരൻറ്റ് ആൻഡ് ഹാൻഡിൽ ദ ഇവൻറ്റ് ഫോർ ഓൾ കമ്പോണൻറ്റ് ഇൻ കണ്ടെയ്ൻഡ്. അതായത് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എല്ലാ കമ്പോണൻറ്റിൻ്റെയും, അതായത് ആക്ഷനും അതുപോലെ തന്നെ ഇവൻറ്റ് ആക്ഷന് ഇതിനെല്ലാം ഇതിനകത്താണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, പബ്ലിക് ബൂളിയൻ ഹാൻഡിൽഡ് ഇവൻറ്റ് ജാവ ഹാൻഡിൽഡ് ഇവൻറ്റ് എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് java.aw.event കണ്ടോ, ഈ ഹാൻഡിൽ ചെയ്യുക. ഇഫ് ബ്രേസസ് ഓപ്പൺ ആക്കി, ഇഫ് e.id ഈസ് ഈക്വൽ ടു java.awt.event.action ഇവൻറ്റ് കണ്ടോ. അപ്പോൾ ഈ ID എന്ന് പറയുന്നത് എന്തിനോട് അസൈൻ ചെയ്യുവാണ്? java.awt.event.action ഇവൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തോട്ട് അസൈൻ ചെയ്യുക. അപ്പോൾ ഇഫ് e.target ഈസ് ഈക്വൽ ടു ബട്ടൺ ഓക്കെ, അതായത് target എന്ന് പറയുന്നതിനോട് എന്ത് ഈക്വൽ ആണെങ്കിൽ, ബട്ടൺ ഓക്കെ എന്നുള്ളത് ഈക്വൽ ആണെങ്കിൽ ബട്ടൺ ഓക്കെ എന്ത് ചെയ്യണം? പ്രസ് ചെയ്യണം. റിസീവ് അല്ലെങ്കിൽ e.target ഈസ് ഈക്വൽ ടു ബട്ടൺ ക്യാൻസൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ബട്ടൺ ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് ഓപ്പൺ ക്ലോസിങ് ബ്രേസസ് കൊടുത്തു. ഇതിനകത്ത് എന്ത് പറഞ്ഞു കൊടുക്കുക? ബട്ടൺ ക്യാൻസൽഡ് പ്ലസ് റിട്ടേൺ ഹാൻഡിൽ ഇവൻറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളത് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി സിമ്പിളായിട്ടാണ്, നമ്മൾ പ്രാക്ടിക്കലാണ് ഇത് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലിസണർ ഇൻ്റർഫേസ് ഇൻ യുവർ അഡാപ്റ്റർ ക്ലാസ് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ഇവൻറ്റ് യു ആർ ഹാൻഡ്ലിങ്. ഏത് തരത്തിലുള്ള ഇവൻ്റ് ആണ്? മൗസ് ഇവൻ്റ് ആണോ, ക്ലിക്ക് ഇവൻ്റ് ആണോ, അല്ലെങ്കിൽ ഫോക്കസ് ഇവൻ്റ് ആണോ, ലിസ്റ്റ് സെലക്ഷൻ ആണോ, മൗസ് മോഷൻ ആണോ, ആക്ഷൻ ലിസണർ ആണോ, അങ്ങനെ ഏത് ഇവൻ്റ് ആണെന്നുള്ളത് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്, ഇംപ്ലിമെൻറ്റ് കൊടുക്കുന്നത് കേട്ടോ. രജിസ്റ്റർ ദ അഡാപ്റ്റർ ലിസണർ വിത്ത് ഡിസൈഡ് കമ്പോണൻറ്റ്. അതുപോലെ തന്നെ അഡാപ്റ്റർ ലിസണർ ഡിസൈഡ് കമ്പോണൻറ്റുമായിട്ട് കൊടുക്കണം. എക്സ് ലിസണർ എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ് ലിസണർ ആണോ, ആക്ഷൻ ലിസണർ ആണോ, ലിസണർ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇംപ്ലിമെൻറ്റ് ലിസണർ ഇൻ്റർഫേസ് ഇൻ യുവർ അഡാപ്റ്റർ ക്ലാസ്സിൽ ലിസണർ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇനി കമ്പോണൻറ്റ് ഓഫ് ഇവൻറ്റിനകത്ത് 3 കമ്പോണൻറ്റ്, ഒന്ന് ഇവൻറ്റ് ഒബ്ജക്റ്റ്, പിന്നെ ഒന്ന് ഇവൻറ്റ് സോഴ്സ്, പിന്നെ ഒന്ന് ഇവൻറ്റ് ഹാൻഡ്ലർ. അപ്പോൾ എന്താണ് ഇവൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? when the user interact with the application by clicking a mouse button or pressing a key, an event is generated. അതായത് ഒരു യൂസർ എപ്പോഴാണ് when the user interact with the ആപ്ലിക്കേഷനോട് യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബൈ ക്ലിക്കിങ് എ മൗസ് ബട്ടൺ, എങ്ങനെയാണ് ഒരു മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആണ് ഒരു ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ട്രാപ്പ് ദിസ് ഇവൻറ്റ് ആൻഡ് ഡേറ്റ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഇവൻറ്റിനെ ട്രാപ്പ് ചെയ്യും, അതിനകത്തുള്ള ഡേറ്റ എടുക്കുകയും ചെയ്യും. അപ്പോൾ കീ പ്രസ്സോ മൗസ് ക്ലിക്കോ ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ഇവൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. അത് ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റ് വരുമ്പോഴാണ്, വരുന്ന സമയത്താണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പം ആക്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഉള്ളത് ഇവൻറ്റ് ഹാൻഡലറാണ്. ഇവൻറ്റ് ഹാൻഡലർ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഇവൻറ്റ് ആൻഡ് പ്രോസസ് ഇറ്റ്. ദ ഇവൻറ്റ് ഹാൻഡലർ മെത്തേഡ് ടേക്സ് ദ ഇവൻറ്റ് ഒബ്ജക്റ്റ് ആസ് എ പാരാമീറ്റർ. ഇവൻറ്റ് ഒബ്ജക്റ്റിനെ ഒരു പാരാമീറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നുണ്ട് ഇവൻറ്റ് ക്ലാസ്, ഇവൻറ്റ് ലിസണർ, എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് അഡാപ്റ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഇവൻറ്റ് ക്ലാസ് എന്താണെന്ന് നോക്കിക്കേ, java.util.package. ഇതൊരു ഇവൻറ്റ് ക്ലാസ് ആണ്. ഇനി ഗെറ്റ് സോഴ്സ് മെത്തേഡ് ഓഫ് ഈവൻ ഒബ്ജക്റ്റ് ക്ലാസ് റിട്ടേൺ ദ ഒബ്ജക്റ്റ് ദാറ്റ് ഇനീഷ്യേറ്റഡ് ദ ഇവൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനെയാണ് ഗെറ്റ് സോഴ്സ്. ഗെറ്റ് ഐ ഡി എന്ന് പറയുന്നത് ഇവൻറ്റിൻ്റെ നേച്ചറാണ് ഗെറ്റ് ഐ ഡി പറയുന്നത് കേട്ടോ. ഇനി 2 കൺസെപ്ച്വൽ ടൈപ്പ് ഓഫ് ഇവൻറ്റാണ് ഉള്ളത്, സെമാൻറ്റിക്കും ലോ ലെവൽ ഇവൻറ്റുകളാണ് ഉള്ളത്. അതിവിടെയുണ്ട് സെമാൻറ്റിക്കും ലോ ലെവൽ ഇവൻറ്റ്. എന്താ സെമാൻറ്റിക് ഇവൻറ്റ് എന്ന് പറയുന്നത്? ദീസ് ആർ ഡിഫൈൻഡ് അറ്റ് എ ഹയർ ലെവൽ ടു എൻക്യാപ്സുലേറ്റ് ദ സെമാൻറ്റിക്സ് ഓഫ് യൂസർ ഇൻ്റർഫേസ് കമ്പോണൻറ്റ് മോഡൽ. യൂസർ ഇൻ്റർഫേസ് കമ്പോണൻറ്റ് മോഡലിനെ എൻക്യാപ്സുലേറ്റ് ചെയ്യാനായിട്ടാണ് സെമാൻറ്റിക് ഇവൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ആക്ഷൻ ഇവൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ ഒരു കമ്പോണൻറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ് ഒരു ആക്ഷൻ ഇവൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ഇവൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതോ ജനറേറ്റ് ചെയ്യുന്ന സ്ക്രോൾ ബാറും അഡ്ജസ്റ്റ് എലമെൻറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. ഇനി ടെക്സ്റ്റ് ഇവൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതോ അത് ജനറേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? വെൻ ടെക്സ്റ്റ് ഓഫ് ദി കമ്പോണൻറ്റ് ഈസ് മോഡിഫൈഡ്. എപ്പോഴാണ് ഒരു കമ്പോണൻറ്റ് ടെക്സ്റ്റ് മോഡിഫൈ ചെയ്യുക അപ്പോൾ. ആൻ ഐറ്റം ഇവൻറ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ദെൻ ആൻ ഐറ്റം ഫ്രം എ ലിസ്റ്റ് എ ചോയ്സ് ആൻഡ് എ ചെക്ക് ബോക്സ് ഈസ് സെലക്റ്റഡ്. എപ്പോഴാണോ ഒരു ലിസ്റ്റ് അല്ല ചോയ്സ് അല്ലെങ്കിൽ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്താണ് ഐറ്റം ഇവൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലോ ലെവൽ
ഇവൻറ്റ്സ്. ലോ ലെവൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലോ ലെവലായിട്ടുള്ള ഇൻപുട്ടുകളെയും അതുപോലെ തന്നെ വിൻഡോസ് സിസ്റ്റം ഒക്കറൻസ്, അതായത് വിഷ്വൽ കമ്പോണൻറ്റ് സ്ക്രീനിൽ കാണുന്നതിനേക്ക് അത് കണ്ടെയ്നർ ഇവൻറ്റ്, കമ്പോണൻറ്റ് ഇവൻറ്റ്, ഫോക്കസ് ഇവൻറ്റ്, കീ ഇവൻറ്റ്, വിൻഡോ ഇവൻറ്റ്, മൗസ് ഇവൻറ്റ്, പെയിൻറ്റ് ഇവൻറ്റ്, ഇതൊക്കെ ഇതിനകത്ത് വരും. അതിൻ്റെ ഫങ്ഷൻസാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവൻറ്റ് ലിസണേഴ്സ്. ഇവൻറ്റ് ലിസണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ ഇവൻറ്റുകൾക്കും ഓരോ ലിസണറുകളുണ്ട്. ആക്ഷൻ ലിസണർ ഉണ്ടാവും, അഡ്ജസ്റ്റ്മെൻറ്റ് ലിസണർ ഉണ്ടാവും, ഐറ്റം ലിസണർ ഉണ്ടാവും, ടെക്സ്റ്റ് ലിസണർ ഉണ്ടാവും, അതുപോലെ തന്നെ കമ്പോണൻറ്റ് ലിസണർ ഉണ്ടാവും, കണ്ടെയ്നർ ലിസണർ ഉണ്ടാവും, ഫോക്കസ് ലിസണർ ഉണ്ടാവും, കീ ലിസണർ ഉണ്ടാവും, മൗസ് ലിസണർ ഉണ്ടാവും, മൗസ് മോഷൻ ലിസണർ ഉണ്ടാവും, വിൻഡോസ് ലിസണർ ഉണ്ടാവും. ഇനി ആക്ഷൻ ഇവൻറ്റ് യൂസിങ് ദ ആക്ഷൻ ലിസണർ ഇൻ്റർഫേസ്. ആക്ഷൻ ഇവൻറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ഷൻ ലിസണർ ഇൻ്റർഫേസിന് വേണ്ടിയിട്ട്. അതായത് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മോഡൽ ഓഫ് AVT ഈസ് ഗിവൻ. ഇപ്പോൾ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മോഡലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവൻറ്റ് ഒബ്ജക്റ്റ് ഇവൻറ്റ് സോഴ്സാണ്, സോഴ്സിൽ നിന്നാണ് ഇവൻറ്റ് ലിസണർ വരുന്നത്. ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ബട്ടൺ ഈസ് പ്രസ്ഡ് 3 times സിൻസ് ക്ലിക്ക് മീ ഈസ് പ്രസ്. അതായത് ക്ലിക്ക് മീ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ഈ ഇവൻറ്റ് നമ്മുടെ ഇത് ചെയ്ത് കാണിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇമ്പോർട്ട് ജാവ ഡോട്ട് awt.event.star, ഇമ്പോർട്ട് java.awt.star. ഇത്രയും കാര്യമാണ് അതിനകത്ത് പറയുന്നത്. പബ്ലിക് ക്ലാസ് മൈ ഇവൻറ്റ് എക്സ്റ്റെൻഡ് ഫ്രെയിം. അതായത് പബ്ലിക് ക്ലാസ്സിനകത്ത് മൈ ഇവൻറ്റ് ഫ്രെയിം എന്ന് പറയുന്നതിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. പബ്ലിക് മൈ ഇവൻറ്റ് എന്ന് പറയുന്ന ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്? ഇവൻറ്റിനകത്ത് ഒരു ക്ലാസ്സാണ് അല്ലേ, AWTക്കകത്ത് ഒരു ക്ലാസ്സാണ് ഫ്രെയിം. അപ്പോൾ അവിടെ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന മൈ ഇവൻറ്റ് എന്ന് പറയുന്നത്. മൈ ഇവൻറ്റിനകത്ത് സൂപ്പർ വിൻഡോ ടൈറ്റിലിനകത്ത് എന്ത് പറയണം? ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ബട്ടൺ ഒരു B1 എന്ന് പറയുന്നൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. B1 ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ബട്ടൺ എന്ന് പറയുന്ന ക്ലാസ്സിനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ബട്ടൺ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് അതിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ? ക്ലിക്ക് മീ എന്ന് ഇവിടെ എഴുതി വരണം. അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അത് ഇവിടെ ക്ലിക്ക് മീ ഇങ്ങനെ എഴുതി വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്ലിക്ക് മീ കൊടുക്കുന്നത്. എന്നിട്ട് ആഡ് B1 എന്ന് പറഞ്ഞു കൊടുത്തു കണ്ടോ. ആഡ് B1 ബട്ടൺ ലിസൺ ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു? ന്യൂ ബട്ടൺ ലിസണർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. B1 ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ എന്ന് പറഞ്ഞിട്ട് ലിസൺ എന്ന് പറഞ്ഞു കൊടുത്തു. സെറ്റ് വിസിബിൾ ട്രൂ, സെറ്റ് സൈസ് 200 കൊടുത്തു, സൈസും കൊടുത്തു. റെസ്ട്രിക്ട് മെയിൻ ഫംഗ്ഷനകത്ത് മൈ ഇവൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ന്യൂ മൈ ഇവൻറ്റ് കണ്ടോ, ന്യൂ മൈ ഇവൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ക്ലാസ് ബട്ടൺ ലിസണർ ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആക്ഷൻ ലിസണർ എന്നുള്ളതാണ്. പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ്, ആക്ഷൻ ഇവൻറ്റ് ഈസ് ഈക്വൽ ടു EVT. ബട്ടൺ സോഴ്സ് 1 ഈസ് ഈക്വൽ ടു ബട്ടൺ EVT ഡോട്ട് ഗെറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ബട്ടൺ ഈസ് പ്രസ്ഡ് കണ്ടോ. അപ്പം 3 പ്രാവശ്യം ബട്ടൺ പ്രസ്. ഇതിൻ്റെ ഒരു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. പിന്നെ ഇവിടെ നമ്മൾ കുറേ ടാഗുകളെ പറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടാഗുകൾ, എന്താ HTML ടാഗ് കോഡുകൾ, അതിനകത്ത് ആപ്ലെറ്റ് കോഡിനകത്ത് മാത്രം എന്തൊക്കെ കാര്യങ്ങൾ എഴുതുന്നുണ്ട്, അതിന് സ്പേസിങ് എങ്ങനെ കൊടുക്കണം, ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ജാർ ഫയൽസുകൾ കണ്ടോ, ജാർ ഫയൽസ്, ആക്റ്റീവ്സ്, എങ്ങനെ ആപ്ലെറ്റിന് കൊടുക്കുന്നു, ഒബ്ജക്റ്റ് ടാഗ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. HTML കാര്യം ആയതുകൊണ്ടാണ് നമുക്കധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. അത് എത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഗ്രാഫിക്സിനെ പറ്റി തന്നെയാണ്. അതിനകത്ത് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് HTML കോഡൊക്കെ പറഞ്ഞപ്പോഴും പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞു വിട്ടത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഉണ്ട്, വൃത്തിയായിട്ടുണ്ട്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് പഠിക്കാനായിട്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട്.